ഗിവ് us more names എന്ന് മാത്രമാണ് കഴിഞ്ഞ 2015 മുതൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരുന്ന 2-3 ജില്ല മാത്രമല്ല, ഒരു 5 ജില്ലകളുടെ പേര് തരും എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനത്തിനും ഓരോ എയിംസ് എന്ന് പറയുന്ന പദ്ധതി വരികയാണെങ്കിൽ 2015 ശ്രീ മോദിജിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് അന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ആലപ്പുഴ ഇത്രയും അടിതെറ്റിക്കിടക്കുന്ന, എല്ലാ അർത്ഥത്തിലും ചവിട്ടിത്തേക്കപ്പെട്ട് രാഷ്ട്രീയപരമായി വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം, അവിടുത്തെ പ്രജകൾ അവർക്ക് അനുഗ്രഹമായി തീരണം എന്ന് പറഞ്ഞ് ആലപ്പുഴയുടെ രാഷ്ട്രീയവും അരാഷ്ട്രീയവും അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വീഴ്ചയെ സംബന്ധിച്ച് ശ്രീ നരേന്ദ്രമോദിക്കും ശ്രീ JP നഡ്ഡയ്ക്കും അന്ന് കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസ്ക് യുവർ ചീഫ് മിനിസ്റ്റർ ടു ഗിവ് us more names. ഇപ്പോഴും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും 2 ജില്ലയെ ഫോക്കസ് ചെയ്താണ് അവർ നീങ്ങുന്നത്. പക്ഷേ ചില അവിശുദ്ധ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു പ്രദേശം എന്ന് പറയുന്നത് അവരുടെ നിശ്ചയമാണ്. അത് പല്ലും നഖവും ഉപയോഗിച്ച് അതിനകത്ത് ഒരുപാട് അവിഹിതമുള്ളത് കൊണ്ട് കൂടി എതിർത്തിരിക്കും. അത് വരേണ്ട യോഗ്യമായ സ്ഥലത്ത് എവിടെ വന്നാലും സന്തോഷമാണ്. പക്ഷേ നിലപാട് എന്ന് പറയുന്നത് ശക്തമായിരുന്നു ആലപ്പുഴയെന്ന്. അത് അസാധ്യമാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആയാലും JP നഡ്ഡയായാലും മോദി സർക്കാരായാലും കടപ്പാട് വേണ്ടത് തൃശൂർക്കാരോടാണ്. അസാധ്യമായ ചരിത്രം രചിച്ച മണ്ണാണ് തൃശൂർ. അവിടുത്തെ ജനങ്ങളാണ് അത് രചിച്ചത്. അവർക്കുള്ള പ്രത്യുപകാരമായിരിക്കണം, ട്രിബ്യൂട്ടായിരിക്കണം ഈ സ്ഥാപനം തൃശൂർ വരിക എന്നുള്ളത്. നിങ്ങൾ എറണാകുളം ജില്ലക്കാരാണെങ്കിൽ ശക്തമായി കൈയടിക്കേണ്ട. നിങ്ങൾ കേരളക്കാരാണ്, മലയാളികളാണെങ്കിൽ ശക്തമായി കൈയടിക്കാൻ മതിയാകും. ഞാൻ തൃശൂരിന്റെ എംപിയായി നിങ്ങൾക്ക് സംസാരിച്ചിട്ടില്ല, തൃശൂരിന്റെ മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. വികസനം എന്താണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത്? സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് और सबका विकास ആണോ? അപ്പൊ ആലപ്പുഴക്കാരും തൃശൂർക്കാരും ഒന്നും സബ്കായിൽ പെടില്ലേ? ആലപ്പുഴ എന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ച് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ജില്ലയിൽ ഇത് വരും. അത് വരും എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരാ ഭയത്തിൽ മുങ്ങി അങ്ങ് മരിക്കട്ടെ. പുച്ഛം കാണും. എയിംസ് കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ പൂണ്ട് പുച്ഛം അവതരിപ്പിക്കും. അത് അവരുടെ DNA ആണ്. അതങ്ങനെ അവര് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ.